Roll camera action start. So ആരാണ് ഗൈസിൻ്റെ പേര് സൂര്യനാരായണൻ. സോ ഗൈസ് ഞങ്ങൾ പോയി പ്രോഗ്രാംസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഗൈസ് ഞാനൊന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്, ഹെർക്കുലീസ്. സോ ഗൈസ് ഹെർക്കുലീസ് ഞാൻ ടി വി കണ്ടൊരു സിനിമയാണ്, ഒരു ഫിലിമാണ്. സോ ഇംഗ്ലീഷ് മൂവിയാണ്, കാണേണ്ടവർക്ക് കാണാം. ലൈക്ക് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല ഈ സിനിമ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ ഞാനിപ്പം പറയാം. അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പോയി കാണാൻ പറ്റും. സോ ഗൈസ് ഹെർക്കുലീസ് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു നല്ല സിനിമയാണ്. ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ ടേക്ക് ചെയ്തേക്കുന്ന സിനിമയാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന പണ്ടത്തെ ഒരു ഗാഡായിട്ടുള്ള ഹെർക്കുലീസിൻ്റെ കഥ പറയുന്ന സിനിമയാണിത്. 2014 ഡ്വെയ്ൻ ജോൺസൺ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന സിനിമയാണിത്. ഇതിനകത്ത് കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്, ഇങ്ങനെ അങ്ങ് വാരിയിട്ടേക്കാണ്. ഫോർ എക്സാമ്പിൾ ഒരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ സെൻറ്റോർസ്. സെൻറ്റോർസ് എന്ന് പറയുവാണെങ്കിൽ എന്താണ്, നിങ്ങൾ ആ സിനിമയിലോട്ട് കിടന്നാൽ തന്നെ അറിയും. ഈ നിങ്ങളൊക്കെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കുതിര മനുഷ്യന്മാർ, അതാണ് സെൻറ്റോർസ് എന്ന് പറഞ്ഞാൽ. ഈ കാലൊക്കെ കുതിരയുടെ കാലൊക്കെ ആയിരിക്കും, പിന്നെ മനുഷ്യൻ്റെ തല. ഇതാണ് സെൻറ്റോർസ് എന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ ഹാരി പോട്ടർ സീരീസ് ഉണ്ടല്ലോ, അതിനകത്തെ ഫസ്റ്റ് ബുക്കും മൂവിനകത്തും, അത് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബുക്കും മൂവിനകത്തും ഈ സെൻറ്റോർസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻറ്റോറിനെ കാണിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹാരി പോട്ടർ അറിയുന്നവർക്ക് ഈ സെൻറ്റോർസ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ പിടികിട്ടും. ഹെർക്കുലീസിനകത്ത് സെൻറ്റോർസിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു ഹാരി പോട്ടർ റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ് എന്തായാലും സെൻറ്റോർസ് ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് ഈ സിനിമയിനകത്തുണ്ട്. പിന്നെ ഈ സിനിമ എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു സ്റ്റോറിയാണ്. ഇതിൻ്റെ ഒരു നല്ല സ്റ്റോറിയാണ്. എനിക്ക് സ്റ്റോറി ഇതിൻ്റെ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഒരു പ്ലോട്ടായിട്ട് പറയുവാണെങ്കിൽ ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു ദൈവം സ്യൂസിൻ്റെ മോനായിട്ട് ജനിക്കുന്നു. ഹെർക്കുലീസിന് പോലും അറിയത്തില്ല പുള്ളി സ്യൂസിൻ്റെ മോനാണെന്ന്. ജസ്റ്റ് ആൾക്കാർ പറയുന്നതുകൊണ്ട് പുള്ളി അതങ്ങനെ വിശ്വസിച്ച് വരുന്നു. അപ്പോൾ ഒരു ദിവസം ഹെർക്കുലീസിനെ ആണെങ്കിൽ ലാർഡ് കാർട്ടിസ് എന്ന് പറയുന്ന ഒരാളുടെ കിങ്ഡത്തിൽ നിന്ന് വിളിക്കുന്നു ഹെൽപ്പിന് വേണ്ടിയിട്ട്. റീസസ് എന്ന് പറയുന്ന ഒരു ഈവിൽ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെർക്കുലീസ് അവിടെ പോയിട്ട് ഈ റീസസിനെ തോൽപ്പിച്ചിട്ട് നടക്കുന്ന സംഭവ വിലാസങ്ങളൊക്കെയാണ് കാണുന്നത്. അതായത് ഈ ലാർഡ് കാർട്ടിസ് എന്ന് പറയുന്ന ആൾക്ക് റീസസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെർക്കുലീസ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹെർക്കുലീസ് അങ്ങോട്ട് പോകും, അവരെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ഫസ്റ്റ് ഹാഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫ്. എനിക്ക് പനിയാണ്, ചുമ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ ഇത് കാണും എന്തായാലും. എന്നിട്ട് റീസസിനെ തോൽപ്പിച്ചിട്ട് നടക്കുന്ന കുറേ സംഭവ വിലാസങ്ങളൊക്കെയാണ് ഈ സിനിമ ജസ്റ്റ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിനകത്ത് ഒരു ട്വിസ്റ്റും കൂടെ വരുന്നുണ്ട്, ഒരു ചെറിയ ട്വിസ്റ്റ്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മതി ഈ സിനിമ കാണാൻ പോകുമ്പം. അതായത് തിയേറ്ററിൽ കാണാൻ പോകുമ്പോഴല്ല, നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഡ്വെയ്ൻ ജോൺസൻ്റെ സിനിമയാണ്, നല്ല സിനിമയാണ് ഗൈസ്. ഒരു ലാഗും ഒന്നുമില്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷേ ഇത് ഫ്ലോപ്പായിരുന്നു. ചിലപ്പം വേറെ സിനിമകളുടെ കൂടെ കമ്പീറ്റ് ചെയ്ത് തോറ്റുപോയതായിരിക്കാം, നോ ഐഡിയ. സോ ഗൈസ് എന്തായാലും ഹെർക്കുലീസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഇനി ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ കൂടെ പറയട്ടെ. വേണ്ട, അത് നമുക്ക് വേറൊരു വീഡിയോയിലോട്ട് വെക്കാം. ആ സിനിമയുടെ പേര് സ്പീഷീസ് എന്നാണ്. ഇപ്പോൾ ഉള്ളത് ഹെർക്കുലീസില്ലേ,
നല്ല സിനിമയാണ്. എനിക്ക് പേരറിയുന്നില്ല, ഡയറക്ടറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, ഹെർക്കുലീസ് ഒരു നല്ല സിനിമയാണ്, ഉറപ്പാണ്. 2014 ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇതിനകത്ത് കുറേ അഡ്വഞ്ചർ എന്നൊക്കെ പറയാൻ പറ്റും, അങ്ങനത്തെ കുറേ സീൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ ഗ്രീസ് എന്ന് നടക്കും. പണ്ടത്തെ ഏൻഷ്യൻ ഗ്രീസ് അഥവാ അന്നത്തെ ഗ്രീസ് നല്ല ബ്യൂട്ടിഫുള്ളാണ്, അത് കാണിക്കുന്നുണ്ട് അവർ. എന്തായാലും പണ്ടത്തെ ഏൻഷ്യൻ ഗ്രീസിൽ നടക്കുന്ന കുറേ ഹെർക്കുലീസിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും പോയി കാണാം താല്പര്യമുണ്ടെങ്കിൽ. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടും ഏത് പ്ലാറ്റ്ഫോമിലുണ്ടെന്നൊക്കെ. സോ ഗൈസ് ബൈ. പിന്നെ ഗൈസ്, എൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു എഡിറ്റ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ എം ഡെഡ്പൂൾ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വെറുതെ ചെയ്തതാണ്. ലൈക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ എഡിറ്റ്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്തുവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ എന്തായാലും ഗൈസ്, ബൈ. Roll camera action buddy. That take is a bye.